ഹലോ മക്കളെ, 10ാം ക്ലാസ് നിങ്ങൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലേ. ഞാനിപ്പോൾ ഈ വീഡിയോ വരാൻ കാരണം മറ്റൊന്നുമല്ല, കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു. സാർ, അസ്ത്ര ബാച്ചുള്ള കുട്ടികളാണ് കേട്ടോ. ഓക്കെ, അതായത് സ്കൂളിൽ എത്തിയതിൻ്റെ ശേഷം പാഠമൊക്കെ എടുത്തു തുടങ്ങുമ്പോൾ വളരെയധികം പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മുന്നേ പഠിച്ചതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അസ്ത്ര ബാച്ചിലൂടെ പഠിപ്പിച്ചതുകൊണ്ട് അവർക്ക് ക്ലാസ് റൂമിലെല്ലാം ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കാനാണ് അവർ മെസ്സേജ് അയച്ചത്. ഞങ്ങൾക്കും സന്തോഷമൊക്കെ തന്നെയാണ്. പക്ഷേ സാറിന് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് ഈ കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പതിയെ 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 സ്കൂളിൻ്റെ ആ ഒരു ആസ്വാദനത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിച്ചെല്ലും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഓണം പരിപാടികൾ വരും, അതല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരും, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്നുകൂടിയൊക്കെ സെറ്റാവും, ഒക്കെ നല്ലതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ പഠനം എന്നുള്ള കാര്യത്തിനെ നമ്മൾ അറിയാതെ അകലേക്ക് അങ്ങനെ പോകുന്നുണ്ടാവും. നമ്മളത് ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമ്മളെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട്, അതല്ലെങ്കിൽ ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുന്നുണ്ട്, ഓക്കെ, അപ്പോൾ ഞാൻ പിന്നീട് പഠിച്ചെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് മനസ്സ് തരും. പക്ഷേ ഇതങ്ങനെ നമ്മളറിയാതെ അകലെ പോയി അവസാനം ഒരു എക്സാം വന്ന് ചേരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഏത് സബ്ജക്റ്റ് ആവട്ടെ, ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഒക്കെ ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആ ഒരു ചാപ്റ്റേഴ്സ്, ആ സമയത്ത് നിങ്ങൾക്കത് കിട്ടൂല. നിങ്ങൾ വളരെയധികം വിഷമിക്കും. ഇതൊക്കെ ഞാൻ പഠിച്ചതായിരുന്നല്ലോ, ഒക്കെ മറന്നു പോവുകയാണ് എന്നൊക്കെ നിങ്ങളന്ന് പരാതി പറയും. ഇതില്ലാതിരിക്കാൻ വേണ്ടി സാർ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, മറ്റൊന്നുമല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇടയ്ക്കൊന്ന്, അതായത് 2 വീക്കിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ നിങ്ങൾ ഇഷ്ടം പോലെ ഒന്നെടുത്ത് ഒന്ന് പൊടി തട്ടി നോക്കണം. ഓക്കെ, അതിനുവേണ്ടി ഒരു ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഷെഡ്യൂളിൽ ചേർക്കേണ്ടതാണ്. ഓക്കെ, അത് ഞായറാഴ്ച ആവാം, അതല്ലെങ്കിൽ ശനിയാഴ്ച ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ദിവസം രാത്രി ആവാം. ഒന്നും വേണ്ട, കുറച്ച് സമയം മതി. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സ് മാത്രം. ഓക്കെ, അതായത് നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ മറച്ച് നോക്കിയിട്ട് ഇന്ന കൺസെപ്റ്റ് എനിക്കറിയാം, ഓക്കെ, സെറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ അല്ലേ, അതേപോലെ തന്നെ പോളിമറൈസേഷനിൽ തന്നെ അഡീഷൻ പോളിമറൈസേഷൻ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ, അങ്ങനെയൊക്കെ ഉള്ള റിയാക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ മക്കൾ ഇപ്പോൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ നമ്മളതിങ്ങനെ നോക്കാതിരുന്നാൽ തീർച്ചയായിട്ടും അത് മറന്നു പോകും, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റിയാക്ഷനൊക്കെ എനിക്ക് കിട്ടുന്നില്ലേ, ഇടയ്ക്കൊരു റിയാക്ഷനൊക്കെ എഴുതി നോക്കാം. ഫോർ എക്സാമ്പിൾ വെറുതെ രസമായിട്ട് നിങ്ങൾ ബസ്സിൽ പോവുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പേപ്പർ ഉണ്ട്, ഓക്കെ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വെറുതെ ഒരു റിയാക്ഷൻ, നിങ്ങളെ മനസ്സിൽ വരുന്ന റിയാക്ഷൻ ഇങ്ങനെ എഴുതി നോക്കാം. വെറുതെ ഒരു മാത്സിലെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകാം. സാറ് പറഞ്ഞ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമല്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ സ്കൂളിൽ നിങ്ങളുടെ ആ ലൈഫിൻ്റെ പാർട്ടാണ് ഈ ഒരു സ്കൂൾ ജീവിതം ആസ്വദിക്കുക എന്നുള്ളത്. അതൊരിക്കലും മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിങ്ങനെ ആസ്വദിക്കുന്നതിനിടയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യണം. അതൊരിക്കലും ഒരുപാട് സമയം എടുത്ത് ചെയ്യണം എന്ന് സാറ് പറയുന്നില്ല, ഇടയ്ക്കൊന്ന് നോക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നല്ല രസമായിട്ട് നിങ്ങളുടെ സ്കൂൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ചാപ്റ്റേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ അപ്പോൾ സാറ് പറഞ്ഞ കാര്യം മറക്കണ്ട, റിപ്പീറ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.